സല്യൂട്ട് സുഹൃത്തുക്കളെ. ഡൽഹി ജന്തർ മന്ദറിൽ 2-3 ദിവസമായിട്ട് ഒരു വലിയ സംഘർഷമുണ്ടല്ലോ. യുവാക്കളെയൊക്കെ കൂട്ടിക്കൊണ്ട് ഇവരെല്ലാവരും നീറ്റ് പരീക്ഷ എഴുതിയ ആൾക്കാരാണ്. അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, നമ്മുടെ പ്രധാനമന്ത്രി രാജിവെക്കണം, ഈ ഭരണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ആൾക്കൂട്ടം ബഹളം വെക്കുന്നുണ്ട്. ജൂലൈ 19-ലും 20-ലും 21-ലും മറ്റുമായിട്ട് നടന്ന ആക്രമണ പരമ്പരകളിൽ വളരെയധികം ആൾക്കാർക്കും കുറെ പോലീസുകാർക്കും ഒക്കെ പരിക്കേറ്റു. ഇപ്പോൾ സോനം വാങ്ചുങ് എന്ന എൻവയോൺമെന്റലിസ്റ്റ്, അദ്ദേഹം ഒരു 9 ദിവസത്തോളം നിരാഹാരം കിടന്നത് അവസാനിപ്പിച്ചുകൊണ്ട് സർക്കാരിന്റെ തീരുമാനങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് അദ്ദേഹം സമരത്തിൽ നിന്ന് പിന്മാറി. ഈ പാറ്റ പാർട്ടിയെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇത് വലിയ കാര്യമൊന്നും ഇല്ല എന്ന് വിചാരിച്ച് നമ്മളൊക്കെ നിസ്സാരവൽക്കരിച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പല വിദേശ വിധ്വംസക ശക്തികളും ഈ പ്രക്ഷോഭകാരികൾക്കൊപ്പം ഉണ്ട് എന്ന്. അവർക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവാക്കാനും അവരോടൊപ്പം ചേരാനും മറ്റു പല ഡിമാൻഡുകൾ ഉന്നയിക്കാനും ഒക്കെ ഇപ്പോൾ അവർ തുടങ്ങിയതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഒമാർ ഖാലിദ് എന്ന് പറയുന്ന തീവ്രവാദിയെ ജയിലിൽ നിന്ന് മോചിതനാക്കുക, മോദിജി രാജിവെക്കുക എന്നൊക്കെ പറഞ്ഞുള്ള മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ട് മുഴങ്ങുന്നത്. അതിനോടൊപ്പം ആസാദി ഇല്ല എന്നുള്ള രീതിയിൽ ആസാദി വേണം, ആസാദി എന്ന് പറഞ്ഞാൽ ഫ്രീഡം, സ്വാതന്ത്ര്യം, അതിപ്പോൾ ആർക്കും ഇല്ല, അതുകൊണ്ട് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്ന കുറച്ച് ആൾക്കാരും ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കാണുന്നത് കുറച്ച് സായിപ്പന്മാരും അമേരിക്കയിൽ നിന്നൊക്കെ വന്ന കുറെ ഫോറിനേഴ്സും ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ആരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇതിനൊക്കെ മറുപടികൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യവുമാണ്. നീറ്റ് പരീക്ഷ എന്താണ് എന്നറിയാലോ. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിനെയാണ് നീറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫുൾ ഫോം അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേര് ഈ പ്രക്ഷോഭത്തിൽ നേരത്തെ തൊട്ട് പങ്കെടുക്കുന്നുണ്ട്. 2013-ലാണ് ആദ്യമായിട്ട് ഒരു നാഷണൽ ലെവലിൽ ഒരു എൻട്രൻസ് ടെസ്റ്റ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തണം എന്നൊരു തീരുമാനത്തിൽ വന്നത്. അത് 2-3 വർഷമായിട്ട് ചർച്ചയിലായിരുന്നു. 2010 മുതൽ ചർച്ചകൾ നടന്നിട്ട് പിന്നെ 2013 അത് ഒരു നിയമമായി മാറുകയും ആദ്യത്തെ ടെസ്റ്റ് നടത്തുകയും ചെയ്തു. അതിനു മുമ്പ് എന്താ ചെയ്തിരുന്നത്? സംസ്ഥാന സർക്കാർ അവരുടെ ഇഷ്ടപ്രകാരമായിരുന്നു ചില സംസ്ഥാന ടെസ്റ്റുകൾ നടത്തുകയും +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കൊടുക്കുകയും കേന്ദ്ര സ്ഥാപനങ്ങളായിട്ടുള്ള ചില മെഡിക്കൽ കോളേജുകൾ, എയിംസും ജിപ്മർ എന്നൊക്കെ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള പ്രത്യേക എൻട്രൻസ് ടെസ്റ്റ് നടത്തിയിരുന്നു. മിലിറ്ററി കോളേജുകളിലേക്ക് ആർമിയുടെ ടെസ്റ്റുകൾ നടത്തിയിരുന്നു. അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒരൊറ്റ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ഭാരതത്തിൽ അത് എഴുതാം. അതിൻ്റെ റിസൾട്ട് അനുസരിച്ചായിരിക്കണം എല്ലാ മെഡിക്കൽ കോളേജിലേക്കും അഡ്മിഷൻ എന്നുള്ളത് വളരെ നല്ല കാര്യമായിരുന്നു. പക്ഷെ എന്നാലും 2013 തൊട്ട് 2016 വരെ ഇതിന് ചില നിയമപരമായ തടസ്സങ്ങളുണ്ടായി. ചിലർ സുപ്രീം കോടതിയിൽ പോയി, ചിലർ ഹൈക്കോടതിയിൽ പോയി, ചില സ്റ്റേ ഒക്കെ വന്നു. അങ്ങനെ അതിന് കുറച്ച് പ്രശ്നമുണ്ടായി. അവസാനം 2016-ലാണ് സുപ്രീം കോടതി ഒരു ഉത്തരവ് ഇറക്കിയത്. ഇത് ദേശവ്യാപകമായി നടപ്പിലാക്കേണ്ട ഒരു വളരെ നല്ല പരീക്ഷയാണ്, ഇത് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണ് എന്നുള്ള രീതിയിൽ അത് നടപ്പിലാക്കുകയും ചെയ്തു. അങ്ങനെ 2016 മുതൽ വളരെ വിജയകരമായിട്ട് 10 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷയാണ്. 2026-ലെ പരീക്ഷയിൽ ചോദ്യപേപ്പർ ലീക്കായി അത് മാറ്റിവെക്കേണ്ടി വന്നത്. നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഈ നീറ്റ് പരീക്ഷ നടക്കുന്നതിന് മുമ്പും പിമ്പും ഒക്കെ പല കുട്ടികളും ആത്മഹത്യ ചെയ്യാറുണ്ട്. 2020-ൽ തന്നെ ഏകദേശം 14 കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഭാരതത്തിൽ മുഴുവനായിട്ടാണ്. അതിന് മുമ്പായിട്ട് 10ഉം 9ഉം 8ഉം കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്തു. ഏതോ ഒരു വർഷം എനിക്ക് തോന്നുന്നു അത് 16 വരെ എത്തിയെന്ന്. അപ്പം ഇങ്ങനെ ആത്മഹത്യകൾ പൊതുവെ നടക്കുന്നത് വളരെ വലിയ ഒരു സമ്മർദ്ദം ഈ കുട്ടികൾക്ക് അനുഭവപ്പെടുന്നതുകൊണ്ടാണ്. പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പുള്ള വലിയ സമ്മർദ്ദം ഉണ്ടാകും. പരീക്ഷ എഴുതി കഴിയുമ്പോൾ അയ്യോ ഞാൻ ശരിക്കും എഴുതിയില്ലല്ലോ എന്നുള്ളൊരു സമ്മർദ്ദം ഉണ്ടാവും. റിസൾട്ട് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ പരാജയപ്പെട്ടാൽ ആ സമ്മർദ്ദം ഉണ്ടാവും. ഇതെല്ലാം കാരണമാണ് സൂയിസൈഡ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം. എൻ്റെ കാഴ്ചപ്പാടിൽ അച്ഛനമ്മമാർ കുട്ടികളുടെ മേലിൽ ഏൽപ്പിക്കുന്ന അനാവശ്യ സമ്മർദ്ദമാണ്. എല്ലാ അച്ഛനമ്മമാരും പറയുന്നത് ഞങ്ങളുടെ കുട്ടികൾ ഡോക്ടർ ആവണം എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അവരെ കൊണ്ട് നിർബന്ധിച്ച് പഠിപ്പിച്ച് സെക്കൻഡ് ഗ്രൂപ്പ് എടുപ്പിച്ച് കോച്ചിങ് ക്ലാസ്സുകളിൽ കൊണ്ട് ചേർത്ത് ഇഷ്ടംപോലെ പൈസ മുടക്കാൻ തയ്യാറാണ്. ഇപ്പോൾ എവിടെ നോക്കിയാലും കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ടല്ലോ. ഭാരതത്തിൽ എവിടെയും നീറ്റ് എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ നല്ല പോലെ തടിച്ചു കൊഴുത്ത ഒരുപാട് പണം ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ചേർന്ന് പഠിച്ച കുറെ പേർക്ക്
അഡ്മിഷൻ കിട്ടുമ്പോൾ അതൊരു വലിയ കച്ചവട തന്ത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും കുട്ടികളെ ചേർക്കാനായിട്ട് അവർ തന്നെ അഡ്വർടൈസ് ചെയ്യുകയൊക്കെ ചെയ്യും. മാതാപിതാക്കൾ അതിൽ വീഴും. അങ്ങനെ 2-3 പ്രാവശ്യം നീറ്റ് പരീക്ഷ എഴുതിയിട്ടും കിട്ടാത്തവരൊക്കെ ഉണ്ട്. ഒരുപാട് കാശ് ഇവർക്ക് വേണ്ടി ചെലവഴിക്കാൻ അച്ഛനമ്മമാർക്ക് ഒരു മടിയുമില്ല. കൂടാതെ ഒരു പ്രഷർ വലുതായിട്ട് കൊടുക്കുന്നുണ്ട്. ജയിക്കണം, ജയിച്ചില്ലെങ്കിൽ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് ഒരുപാട് സമ്മർദ്ദം കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പിയർ പ്രഷർ എന്ന് പറയും. കൂടെ എഴുതിയ കുട്ടികൾക്ക് ചിലപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ഉള്ള സന്തോഷവും അവരാഘോഷിക്കുന്നത് കാണുമ്പോഴും ഒക്കെ ഉണ്ടാവുന്ന ഒരു ദുഃഖം, ഒരു മനോവ്യാധി കാരണം ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യാറുണ്ട്. പിന്നെ പൊതുവേ ഞാനൊന്നിനും കൊള്ളില്ല, ഞാൻ ഈ പരീക്ഷയ്ക്ക് തോറ്റല്ലോ എന്നുള്ള ഒരു വിഷമം കൊണ്ട് സ്വയം പുച്ഛവും അപഹാസ്യതയും ഒക്കെ തോന്നിക്കൊണ്ട് നടത്തുന്ന സൂയിസൈഡുകളുമുണ്ട്. അത് കുറേ വർഷങ്ങളായിട്ടുണ്ട്. എപ്പോഴാണോ പരീക്ഷ എന്നൊരു സമ്പ്രദായം ഉണ്ടായത് അപ്പോൾ തൊട്ട് സൂയിസൈഡുകളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം അത്. പരീക്ഷ എന്ന് പറഞ്ഞിട്ട് പഴയ ഒരു സിനിമയുണ്ട്. ആ സിനിമയ്ക്കകത്തും ഇത് തന്നെയാണ് ഇതിവൃത്തം. 2026 നീറ്റ് പരീക്ഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചില മാധ്യമങ്ങളിലൂടെയും ചില സോഷ്യൽ മീഡിയയിലൂടെയും ഇങ്ങനെ നീറ്റ് ചോദ്യപേപ്പർ ലീക്കായി എന്ന വാർത്തകളുണ്ടായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിലെ ആൾക്കാർ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ശരിയാണ്, ചോദ്യപേപ്പർ ലീക്കായി എന്ന് ഉത്തമ ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നീറ്റ് പരീക്ഷ ആദ്യം നടന്നതിൻ്റെ 4ാമത്തെ ദിവസമാണ് അത് ക്യാൻസൽ ചെയ്യുന്നത്. വീണ്ടും ഒരു പുനർപരീക്ഷ ഇടുന്നു എന്ന് പറഞ്ഞത്. അങ്ങനെ ആ പുനർപരീക്ഷ വീണ്ടും നടത്തി. അത് ഏകദേശം 22 ലക്ഷത്തോളം കുട്ടികൾ എഴുതി. 11 ലക്ഷം കുട്ടികൾ വിജയിച്ച് അവർ വളരെ സന്തോഷമായിട്ട് വിവിധ മെഡിക്കൽ കോളേജുകളിലേക്ക് അഡ്മിഷൻ നേടിയെടുക്കുന്നതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ. ജന്തർ മന്ദറിൽ ഇതുപോലെയുള്ള പ്രതിഷേധം നടത്തുന്നവരാരും നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളല്ല. ഇവർ പറയുന്നത് 37 ദിവസത്തെ ദൈർഘ്യത്തിൽ 12 പേർ മരിച്ചു എന്നാണ്. പക്ഷെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിച്ച് നോക്കിയപ്പോൾ 11 പേര് സൂയിസൈഡ് ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നീറ്റ് എക്സാമിൻ്റെ ക്യാൻസലേഷൻ അറിയിച്ച സമയം തൊട്ട് അടുത്ത നീറ്റ് എക്സാം വരെയുള്ള സമയത്ത് മാത്രമല്ല ഇതിന് മുമ്പും, അതായത് ആദ്യത്തെ നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നതിന് മുമ്പും കൂടെ ചേർത്ത ഒരു കണക്കാണ് ഈ 11 കുട്ടികളുടെ സൂയിസൈഡ്. ഇപ്പോൾ എല്ലാ വർഷവും ആത്മഹത്യകൾ ഒരുപാട് നടക്കുമ്പോൾ ഈ 2026 ആത്മഹത്യക്ക് മാത്രം എന്തുകൊണ്ടാണ് പ്രാധാന്യം വന്നത് എന്നാരും ചോദിക്കരുത്. കാരണം അപ്പോഴേക്കും ഇവിടെ ഒരു ജെൻസി യുദ്ധം നടത്തി, ജെൻസി വിപ്ലവം നടത്തി സർക്കാരിനെ അട്ടിമറിക്കണം എന്നുള്ളൊരു തീരുമാനം ചില വിദേശ ശക്തികൾ എടുത്തിരുന്നു. നേപ്പാളിലും ബംഗ്ലാദേശിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും ഒക്കെ ചെറിയ ചെറിയ രാജ്യങ്ങളിൽ ഇതുപോലെ ജെൻസി വിപ്ലവങ്ങളെ തുടർന്ന് സർക്കാർ മാറിയല്ലോ. ഇന്ത്യ പോലെയുള്ള ഒരു വലിയ രാജ്യത്തും ഇതുപോലെയൊക്കെ ചെയ്യാം എന്നുള്ള ഒരു മിഥ്യധാരണയുടെ പുറത്താണ് ഇവർക്ക് ചില രാജ്യങ്ങൾ കാശ് കൊടുക്കുന്നത്. അതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാനിലുള്ള 480 സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ബ്ലോക്ക് ചെയ്തിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന ഈ പ്രക്ഷോഭം അംഗീകരിച്ചുകൊണ്ടും അതിനെ പ്രകീർത്തിച്ചുകൊണ്ടുമാണ് ഈ പാകിസ്ഥാൻ ബേസ്ഡ് സോഷ്യൽ മീഡിയയിലെല്ലാം വാർത്തകളും പടങ്ങളും ചിത്രങ്ങളും ഒക്കെ വന്നുകൊണ്ടിരുന്നത്. അത് നമ്മുടെ രാജ്യത്തെ യുവാക്കളെ വഴിതെറ്റിപ്പിക്കുന്ന വിധത്തിലുള്ള ചില സന്ദേശങ്ങളായിരുന്നത് കൊണ്ടാണ് അത് ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നത്. അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ, മിഡിൽ ഈസ്റ്റ്, അമേരിക്ക ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ ഈ കലാപത്തെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ജെൻസി കലാപത്തെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തെറ്റായ ഒരുപാട് വിവരങ്ങൾ നൽകുന്നുണ്ട്. 2 ദിവസം മുമ്പ് തന്നെ വളരെ പരിചിതമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ പോലും ഒരു പെൺകുട്ടിയുടെ പടം ഫേസ്ബുക്കിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഡൽഹി കലാപത്തിൽ മരണം വരിച്ച കുട്ടിയാണ്, ഇതിന് ആദരാഞ്ജലികൾ, ഇതിനെ നമുക്ക് പ്രതിഷേധിക്കണം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് വന്നു. 1 സെക്കൻഡ് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ പോലീസിൻ്റെ ഒരു വാർണിംഗും വന്നു. ഇങ്ങനെ പോസ്റ്റുകൾ വരുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്, ഈ കുട്ടി മരിച്ചിട്ടില്ല, അതിപ്പോഴും സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോസ്റ്റുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇതുപോലെയുള്ള തെറ്റായ മാധ്യമ വാർത്തകൾ ഉണ്ടാക്കി വിടുന്നവർ മുഖ്യധാരാ മാധ്യമത്തിൽ മാത്രമല്ല, പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഒരുപാടുണ്ട്. AI ഇപ്പോൾ ഉള്ളത് കൊണ്ട് എന്തും ചെയ്യാമല്ലോ. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് ആ AI ടൂൾ കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഏത് രീതിയിലും അത് മാറ്റിമറിച്ചെടുത്ത് കാണിക്കാൻ സാധിക്കും. കേന്ദ്ര സർക്കാരിനെതിരെ നടക്കുന്ന ഡൽഹിയിലെ ഈ കലാപം നീറ്റ് പരീക്ഷയെ ചൊല്ലിയുള്ളതല്ല. കാരണം ആ സംഭവം കഴിഞ്ഞു. നീറ്റ് പരീക്ഷാ ക്രമക്കേടും പുനർപരീക്ഷയും അതിൻ്റെ അന്വേഷണവും
ഇപ്പോൾ CBI ആണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അത് നല്ല രീതിയിൽ അന്വേഷിക്കും. 4-5 പേര് ജയിലിലായി കഴിഞ്ഞു. PV കുൽക്കർണി എന്ന കെമിസ്ട്രി ടീച്ചറും മനീഷ വാഗ്മാരെ എന്ന് പറഞ്ഞ ഒരു ലേഡി, അവരൊരു കോച്ചിങ് സെൻറ്ററിലെ ഒരു ടീച്ചറാണ്. ഇവർ രണ്ടുപേരുമാണ് മുഖ്യമായിട്ട് വലിയ കാശ് വാങ്ങിയ ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്ത് ചില തൽപര കക്ഷികൾക്ക് കൊടുത്തത്. അവരത് വീണ്ടും മറ്റുള്ളവർക്ക് ലീക്ക് ചെയ്ത് കൊടുത്ത് അങ്ങനെയാണ് ഇത് വ്യാപകമായി ചോർച്ചയുണ്ടായത്. അപ്പോൾ ഇവർ രണ്ടുപേരും അറസ്റ്റിലാണ്, അവർ ജയിലിലാണ്. നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഈ ഒരു കേസ് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലൂടെ പെട്ടെന്ന് ട്രയൽ നടത്തി അതിന് ഉത്തരവാദികളായവരെ എല്ലാവരെയും ശിക്ഷിക്കുമെന്ന്. കൂടാതെ അന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന IAS ഓഫീസറെയും സ്ഥലം മാറ്റി ആകെ ഒരു അഴിച്ചുപണി നടത്തി. ഇനി ഒരിക്കലും അത് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പിലാണ് ഒരു റീടെസ്റ്റ് വളരെ കാര്യക്ഷമമായി വിജയകരമായി നടപ്പിലാക്കിയത്. നമ്മുടെ കേരളത്തിൽ തന്നെ PSC എന്ന് പറയുന്നത് ഒരു നോക്കുകുത്തിയായിട്ട് ഇരുന്നു കൊണ്ട് പലരും പിൻവാതിലിലൂടെ നിയമനം നേടുകയാണല്ലോ സർക്കാർ ഓഫീസുകളിൽ. PSC ടെസ്റ്റ് നടത്തി 1ാം റാങ്കും 2ാം റാങ്കും നേടിയവർ പോലും റോഡിൽ സമരം ചെയ്ത് എത്ര നാളുകളായി തിരിഞ്ഞു നോക്കുന്നുണ്ടോ? അവർ പ്രതിഷേധിച്ച് മുട്ടിലെഴയുന്നു, മണ്ണ് തിന്നുന്നു, പ്ലക്കാർഡുകളുമായി ഇരുന്ന് നിരാഹാരം നടത്തുന്നു. അവരെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആരും തയ്യാറല്ല. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു യുവജനങ്ങളും അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഒന്നും എഴുതുന്നില്ല. പക്ഷേ ഡൽഹിയിലൊരു കലാപമുണ്ടായി. അവിടെ കുറച്ച് വിയർഡോസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നപുംസകങ്ങൾ ചേർന്ന ഒരു പ്രക്ഷോഭം. കുറേ ആളുകൾ പെൺവേഷം കെട്ടി, കുറേ പെണ്ണുങ്ങൾ ആൺവേഷം കെട്ടി, ചില സ്വാമിമാരുടെ വേഷം കെട്ടി, വൃത്തികെട്ട രീതിയിലുള്ള കുറെ ഹൂളിഗൻസ് ചേർന്ന് നടത്തുന്ന ഈ ഒരു പ്രശ്നം പോലീസ് നിയന്ത്രിക്കാൻ നോക്കിയത് വലിയ പ്രശ്നമായിട്ട് പറഞ്ഞുകൊണ്ട് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ അവരുടെ ഫേസ്ബുക്കിലൂടെയും മറ്റും കമന്റുകൾ എഴുതുന്നത് കാണുമ്പോൾ വിഷമം തോന്നുന്നു. കാരണം അവർ അത്രയ്ക്ക് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നതെല്ലാം അന്ധമായി വിഴുങ്ങുകയാണ്. LBGTQWZTY എന്നൊക്കെ പറഞ്ഞ് കുറേ ആയി ഇപ്പോൾ. അതുപോലെയുള്ളവരുടെ കൂട്ടത്തിൽ ഞാനും ഉറച്ചു നിൽക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ, അതോ ശരിക്കും അവർ ഇതേക്കുറിച്ച് അറിയാൻ പാടില്ലാതെ അജ്ഞത കൊണ്ട് ചെയ്യുന്നതാണോ, അതോ എന്തെങ്കിലും ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്കിലൂടെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്നൊരു പ്രാധാന്യം കിട്ടും എന്നൊക്കെയുള്ള ചിന്ത കൊണ്ടാണോ എന്നറിയില്ല. ചില സിനിമാ താരങ്ങൾ, എല്ലാവരും അല്ല, പക്ഷേ ചില സിനിമാ താരങ്ങൾ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണ പരത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് പറയും. എന്തിനാണ് വിദേശികൾ, അമേരിക്കക്കാരും പാകിസ്ഥാനിൽ നിന്ന് വന്നവരും ബംഗ്ലാദേശിൽ നിന്ന് വന്നവരും ഒക്കെ ജന്തർ മന്ദറിലെ പ്രക്ഷോഭത്തിൽ ഈ ജെൻസി കുട്ടികളുടെ കൂടെ ചേരാൻ പോയത്? എവിടെ നിന്നാണ് ഇവർക്ക് ഈ പൈസ കിട്ടുന്നത്? പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത 20,000 30,000 ആൾക്കാർക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം കൊടുക്കുന്നു. അവർക്ക് കിടന്നുറങ്ങാനുള്ള സകലവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അവർക്ക് നല്ല VIP പരിഗണന ഈ പ്രക്ഷോഭകർ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതിന് ഏകദേശം ഒരു 3-4 കോടി രൂപയെങ്കിലും ഇതിനോടകം ചെലവാക്കി കാണും. ഇത്രയും രൂപ ആരാണ് അവർക്ക് കൊടുത്തത്? അഭിജിത്ത് ദീപ് കെക്ക് ഇത്രയധികം പൈസയുണ്ടോ? അതോ എല്ലാവരും കൂടെ ചേർന്നെടുക്കുന്ന പൈസയാണോ? ഇത്രയും പേരെ ഫ്ലൈറ്റിൽ കയറ്റി ഡൽഹി വരെ കൊണ്ടുപോകാനുള്ള ഫ്രീ ടിക്കറ്റ് വരെ എടുത്തു കൊടുത്തത് ആരാണ്? എവിടെ നിന്നാണ് അവർക്ക് ഇത്രയും കാശ് കിട്ടുന്നത്? നിങ്ങൾ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കുറച്ച് വീഡിയോസ് കണ്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ. ഈ സ്വിഗ്ഗി സൊമാറ്റോക്കാർ വ്യാപകമായിട്ട് ഭക്ഷണം കൊണ്ടുവന്ന് ഈ പ്രതിഷേധം നടത്തുന്ന ആൾക്കാരുടെ ഇടയിൽ വിതരണം ചെയ്യുന്നത്. അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ഓർഡർ കിട്ടിയതാണ്? അതിൽ ഒരാൾ പറയുന്നു ഞങ്ങൾക്ക് ഖത്തറിൽ നിന്നാണ് ഓർഡർ കിട്ടിയതാണ്. വേറൊരാൾ പറയുന്നു ഞങ്ങൾക്ക് കേരളത്തിൽ നിന്നാണ് ഓർഡർ കിട്ടിയതാണ്. അപ്പോൾ കേരളവും ഖത്തറും വിദേശ രാജ്യങ്ങളും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവർക്ക് അവിടെ നിന്ന് ഓർഡർ ചെയ്ത് ഭക്ഷണം ജന്തർ മന്ദറിൽ എത്തിക്കുന്നു എന്ന് വേണ്ടേ കരുതാൻ. അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ കേരളം ഇത്രയധികം സപ്പോർട്ട് അവർക്ക് ചെയ്യുന്നത്? ഇന്ത്യ മുന്നണി ഭരിക്കുന്നത് കൊണ്ടാണോ കേരളത്തിൽ? എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് സർക്കാർ ഇതിന് സപ്പോർട്ട് കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് പെട്ടെന്ന് രാഹുൽ ഗാന്ധിയും നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ മന്ത്രിമാരും എല്ലാവരും കൂടെ ഇരച്ചു കയറി ഡൽഹി പോയിട്ട് ഈ പ്രക്ഷോഭകർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത്? CPM-ന്റെ ആൾക്കാർ നേരത്തെ തന്നെ ഇവരുടെ കൂടെ ചേർന്നിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ഇപ്പോൾ കോൺഗ്രസ്സുകാരും കൂടെ ചേർന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ഇപ്പോൾ മൺസൂൺ സമ്മേളനം നടക്കുകയാണ് പാർലമെന്റിൽ. അത് തുടങ്ങിയപ്പോൾ തൊട്ട് പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് തീരുന്നത് വരെ ഈ ബഹളങ്ങൾ ഉണ്ടാകണം എന്നുള്ള ഒരു നിശ്ചയം ആരോ എടുത്തിട്ടുള്ളത് കൊണ്ടായിരിക്കുമോ എന്നും കൂടെ നിങ്ങൾ ചിന്തിക്കണം. കുറേ അധികം പ്രക്ഷോഭകർ
ആയുധങ്ങളുമായിട്ടാണ് ഈ സമരത്തിൽ പങ്കെടുക്കാൻ വന്നത്. വലിയ വലിയ വടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ബിയർ കുപ്പികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അടുത്ത് കല്ലുകളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു പോലീസിനെ എറിയാൻ. പോലീസിനെ എറിയുന്നത് നമ്മൾ ഇവിടുത്തെ മാധ്യമങ്ങളിലൂടെ കണ്ടു കാണില്ല, പക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും എന്തുമാത്രം അക്രമമാണ് അവർ നടത്തിയത്. ഒരിക്കലും ശാന്തമായിട്ട് സമരം ചെയ്തവരായിരുന്നില്ല. വളരെയധികം അക്രമം അഴിച്ചു വിട്ടുകൊണ്ടായിരുന്നു അവർ ഡൽഹിയിൽ ഈ ഒരു പ്രക്ഷോഭം നടത്തിയിരുന്നത് എന്ന് നിങ്ങൾക്ക് ചില വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ എന്തിനാണ് ഇതുപോലെയുള്ള വ്യാപക അക്രമം നടത്താനായിട്ട് അവർ തുനിഞ്ഞത്? ഇപ്പൊ ഇതുവരെ നമ്മൾ വിചാരിച്ചിരുന്നത് കുറെ കൊച്ചു കുട്ടികൾ പാവം അവർ നീറ്റ് പരീക്ഷയ്ക്ക് പ്രശ്നമുണ്ടായത് കൊണ്ട് പ്രതിഷേധിക്കുന്നു എന്നാണ് മനസ്സിലായത്. പക്ഷെ അവരല്ല പ്രതിഷേധിക്കുന്നത്. നീറ്റ് എക്സാമിന്റെ പ്രശ്നം തീർന്നു. ഇപ്പൊ വേറൊരു പ്രശ്നമാണുള്ളത്. അത് പ്യുവർ രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയ പ്രശ്നമായതുകൊണ്ടാണ് കോൺഗ്രസും CPM-ഉം ബാക്കിയുള്ള എല്ലാ ഇന്ത്യ മുന്നണി ആൾക്കാരും ഒക്കെ ഇതിനോടൊപ്പം ചേരുന്നത്. അവർ വിളിക്കുന്നത് മുഴുവനും വേറെ മുദ്രാവാക്യങ്ങളാണ്. അപ്പോൾ ശരി, സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് വന്ന ചില കുട്ടികൾ പോലും അത് കണ്ട് പിന്തിരിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ അഭിജിത് ദീപ്കെ സോനം വാങ്ചുങ്ങിനെതിരാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഇത് വിട്ടിട്ട് പോയി എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ഇതുപോലെയുള്ള കുറെ പേരെ വേണം മുന്നിൽ നിർത്തിക്കൊണ്ട് സമരം നടത്താൻ. അപ്പൊ ഇനിയും ആളുകൾ ഇതിൽ വഞ്ചിക്കപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതോടുകൂടി CJPയുടെ ഭാവി അവസാനിച്ചു എന്ന് തന്നെ കരുതണം. ഇതിനു വേണ്ടി ഒരുപാട് കാശ് ചെലവാക്കിയിട്ടുള്ള വിദേശ രാജ്യങ്ങൾ ഇളിഭ്യരാവാൻ പോവുകയാണ്. കാരണം ഭാരതം പോലെയുള്ള ഒരു രാജ്യത്ത്, ഇത്രയധികം വലിയ ജനാധിപത്യ മൂല്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രക്ഷോഭങ്ങൾ വളരെ പുച്ഛിച്ച് തള്ളുന്ന ഒരു ജനതയാണ് ഭൂരിഭാഗം ജനതയും ഭാരതത്തിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിർഭാഗ്യവശാൽ CJP പാർട്ടിയെ കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കൂടുതലും ഉള്ളത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ് എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളോടുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്ക്. ദയവ് ചെയ്ത് നിങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രതികരിക്കും. സസ്നേഹം, ശ്രീലേഖ.